ഓ മോനെ 7 മണിയായപ്പോൾ ബാംഗ്ലൂർ എത്തിയടാ. 7:30 ഓഫീസ് എത്തി എടാ മോനെ. പക്ഷേ പേസ്റ്റ് എടുത്തില്ല. ഇനി പേസ്റ്റ് എടുക്കാതെ പല്ല് തേക്കാതെ മാനേജറിനോട് എന്തെങ്കിലും സംസാരിച്ച് അങ്ങേര് ബോധം കെട്ട് വീണ്ടും പിന്നെ അതുവരെ തലയിലായി. എന്തിനാടാ വേണ്ടാത്ത പ്രശ്നങ്ങൾ? എന്നാൽ പിന്നെ പോയി പല്ല് തേച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്ക് ടു പണി എടുക്കട്ടെ മോനെ. ശരി മോനെ, എന്നാൽ പിന്നെ പോയി പണി എടുക്കട്ടെ പല്ല് തേച്ചിട്ട്. ഓക്കെ എന്നാ. മീറ്റിങ്ങിന് പോവാ മക്കളെ. രാവിലെ ആടുജീവിതം പിന്നെയും തുടങ്ങിയടാ. ആടുജീവിതം പിന്നെയും തുടങ്ങി. Thank you so much, Rakesh, for the quick response. Thank you, sir. Thank you. I really appreciate. യാ മോനെ, അഭിമാന നിമിഷമായിരുന്നു കേട്ടോടാ. ഇപ്പം കണ്ട ആ ബിസിനസ് പാർട്ട്ണർ ആദ്യമായിട്ടാണ് നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യുന്നത്. അതും എപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം. ഫുൾ ക്രെഡിറ്റ് എൻ്റെ മോനെ. ഈ ജാതി എൻ്റെ കേക്കൊക്കെ മുറിച്ച് വയലൊക്കെ വെച്ച് തന്നു. കൊള്ളാം മോനെ. ഒരുപാട് പുകഴ്ത്തി. ടൈം നല്ലപോലെ മാനേജ് ചെയ്യുന്നു, പ്രയോറിറ്റി കൊടുക്കുന്നു. എന്തൊക്കെയാണ് മോനെ എന്നെക്കുറിച്ച് പറഞ്ഞത്. എൻ്റെ പൊന്നു മോനെ, റൂമെത്തി. എടാ എനിക്ക് വയ്യട, ഉറക്കം വന്നിട്ട് നിൽക്കാൻ സമയമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടെ? ശരിയാണ് മോനെ, കിടക്കാൻ പോവാണ്. ഒട്ടും വയ്യ മോനെ. കണ്ണൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, വയ്യ. ഇന്നലെ കടന്ന ബസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു ബസ്സാണോടാ? ഇല്ല മോനെ, ഞാൻ ബസ്സിനെ കുറ്റം പറയുന്നില്ല. എനിക്കിങ്ങനെ കുറ്റം പറഞ്ഞ് മടുത്ത്. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല മോനെ. റെസ്റ്റ് എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. വീട്ടിൽ ചേച്ചിയില്ല മോനെ, ആരുമില്ല. ഫുൾ ഫ്രീഡം. അതുകൊണ്ട് കിടന്ന് ഉറങ്ങട്ടെ മോനെ. നാളെ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകണം. അപ്പോൾ ശരി, നാളെ കാണാം. ബൈ. എടാ മോൻ, ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. എടാ മോൻ, എൻ്റെ പേരിൽ ആൾക്കാർ കേക്ക് മുറിച്ച് എനിക്ക് വാരി വെച്ച് തന്ന് ഒരുപാട് നാളുകളുടെ കഷ്ടപ്പാടാ മോനെ. പലർക്കും ഇങ്ങനെ വാരി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരാളിങ്ങനെ വാരി തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോനെ. അപ്പോൾ ശരി, ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഓഫീസിലെ ആൾക്കാരോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരി മോനെ, നാളെ കാണാം. ബൈ മോനെ. ബസ്സിനെ കുറിച്ച് പറയാതെ ഉറക്കം വരുന്നില്ല. ഇതുപോലൊരു പന്ന ബസ് ഞാൻ കയറിയിട്ടില്ല മോനെ. കസേരയ്ക്ക് നീളവും വീതിയും ഇല്ലായിരുന്നു. കുടിക്കാൻ തന്ന വെള്ളത്തിന് ചൂടായിരുന്നു. പുതയ്ക്കാൻ തന്ന പുതപ്പിന് നാറ്റമായിരുന്നു. ഞാൻ പിന്നെ അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ല കേട്ടോ. ഞാൻ ബസ്സിൻ്റെ പേരൊന്നും പറയുന്നില്ല. നീയൊക്കെ ഒരു ബസ് മുതലാളിയാണോടാ? ഇത്രയും ദൂരം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അതിൻ്റേതായ വൃത്തിയും മെനയും വേണ്ടേ? ഇപ്പോൾ ഒരു സമാധാനമൊക്കെ കിട്ടും മോനെ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, നാളെ കാണാം.